ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ദിവസത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. കാരണം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുക. നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി. എങ്ങനെ നിന്ന് കൊടുക്കണം? ദൈവത്തോട് ചേർന്ന് നിന്ന് കൊടുക്കണം. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ഇന്നലെ പഠിച്ച വചനം ഓർമ്മയുണ്ടോ? ഇന്നലെ പഠിച്ച വചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാം വചനമായിരുന്നു. ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ്. ദാറ്റ്സ് വാട്ട് വി ആർ. വി ആർ കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. വി ആർ കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദാറ്റ്സ് വാട്ട് വി ആർ. ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു തരുന്ന, ദൈവപിതാവിൻ്റെ സ്നേഹം കാണിച്ചു തരുന്ന ഒരു വചനമാണ്. അപ്പോൾ ആ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 വചനം 14. The letter of Saint Paul to the Romans, chapter 8, verse 14. അത് പറയുന്നത് ഇതാണ്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. All who are led by the Spirit of God are children of God. All who are led by the Spirit of God are children of God. ദൈവത്തിൻ്റെ മകനും മകളുമാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടല്ലേ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്ന് പറയാൻ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ ദൈവത്തിനോട് ചേർന്നതല്ലാത്തതല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും മാറി നിൽക്കാനല്ല. നമ്മുടെ ഡെയിലി റൂട്ടീൻ ലെറ്റ് ഇറ്റ് ഗോ ആസ് ഇറ്റ് ഈസ്. അങ്ങനെ തന്നെ പോട്ടെ. പക്ഷേ അവിടെ ഒരു വിശുദ്ധി ഉണ്ടാവണം, അവിടെ ഒരു സ്നേഹം ഉണ്ടാവണം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശുദ്ധി ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, ആത്മാർത്ഥതയുണ്ടാവണം, ദൈവവിചാരം ഉണ്ടാവണം. അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് വിളിക്കപ്പെടാൻ വേറൊന്നും വേണ്ട. ദൈവപിതാവിനോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ദൈവപിതാവിനോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും മകളുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കണം. ദൈവമേ, ഞാൻ അങ്ങയുടെ മകനായി തീരണമേ, ഞാൻ അങ്ങയുടെ മകളായി തീരട്ടെ. അങ്ങയുടെ മകനും മകളുമാണ്. അങ്ങനെ ഒന്ന് ജീവിക്കാൻ, ആ സന്തോഷത്തിൽ ജീവിക്കാൻ. എൻ്റെ അപ്പൻ, എൻ്റെ ദൈവപിതാവ് എൻ്റെ അപ്പനാണെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. ആ സന്തോഷം നമ്മൾ ഈ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ കാണുന്ന സന്തോഷമല്ല, ദൈവപിതാവിൻ്റെ മകനും മകളും ആണ് എന്ന് പറയുന്ന ആ സന്തോഷം മറ്റെല്ലാത്തിനേക്കാളും വലുതാണ്. അവൻ്റെ കൈ പിടിച്ച് നടക്കുക എത്ര സുന്ദരമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.